പുസ്തകം വായിക്കാൻ ഇഷ്ടമാണോ? ഹൗ ടു ഫോൾ ഇൻ ലവ് വിത്ത് റീഡിംഗ്. ഇനി പുസ്തകം വായിക്കാൻ ഇഷ്ടമില്ലാത്തവരാകട്ടെ എങ്ങനെയാണ് പുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടാം? ഒരു പ്രത്യേക പുസ്തകത്തിനോടായിരിക്കും ചിലർക്ക് ഇഷ്ടം. ചിലർക്ക് ഒരു പ്രത്യേക സബ്ജക്റ്റിനോട് ഇഷ്ടമുണ്ടാവും. ഒരു പുസ്തകം ഇഷ്ടപ്പെട്ടാൽ പല ആവർത്തി വായിക്കുന്നവരുണ്ടാകാം നമ്മുടെ ഇടയിൽ, അല്ലേ? എന്താ ഇതൊക്കെ പറയാൻ ഇന്ന് കാരണം എന്നറിയോ? ഇന്ന് വേൾഡ് ബുക്ക് ഡേ ആണ്, April 23. അപ്പോൾ ഒരു പുസ്തകം വായിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമുള്ള കാര്യമാണ് പലർക്കും. എന്നാൽ തീരെ എളുപ്പമല്ലാത്ത കാര്യമാണ് പലർക്കും. ചിലർക്ക് പുസ്തകമേ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് 1 പേജ് ഒരു ദിവസം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റീഡിങ് ഹാബിറ്റ് വളർത്തിയെടുക്കാൻ പറ്റും. ചെറുപ്പത്തിലേ തന്നെ കുട്ടികളിൽ റീഡിങ് ഹാബിറ്റ് നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്. അത് മുതിർന്നവരായ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്യണം. കുട്ടി കുട്ടി പുസ്തകങ്ങള്, ചിത്രകഥകള്, കാർട്ടൂൺ സ്റ്റോറീസ് ഒക്കെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പതിയെ പുസ്തകങ്ങളെ അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ദ ബെസ്റ്റ് ബുക്ക് ആർ ദോസ് ദാറ്റ് ടെൽ യു വാട്ട് യു നോ ഓൾറെഡി എന്നാണ് ജോർജ് ഓർവെൽ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളൊരു പുസ്തകം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ അനുഭവിച്ചതാണല്ലോ, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് പരിചയമാണല്ലോ എന്ന് നമുക്ക് തോന്നൂലേ? അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ബെസ്റ്റ് ബുക്സ് എന്ന് പറയുന്നത്. ചില ഓതേഴ്സ് ഉണ്ട്, നമ്മളെ അറിയാത്ത കുറേ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. നമ്മളൊരു മിസ്റ്ററി വേൾഡിൽ പെട്ട പോലെയാണ് അല്ലെ ചില പുസ്തകങ്ങൾ കയ്യിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വായന എന്നുള്ളത് എപ്പോഴും നല്ലൊരു ഹാബിറ്റ് തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് കറണ്ടിന്റെ കാശിന്റെ ആവശ്യമില്ല, അല്ലെ? നമുക്ക് കുറച്ച് വെളിച്ചം ഉണ്ടെങ്കിൽ, നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ വായിക്കാൻ പറ്റും. പലരും ട്രെയിനിലും ബസ്സിലും ഒക്കെ ഇരുന്ന് വായിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനും വായിക്കാറുണ്ട് കേട്ടോ. എനിക്കും സ്പെഷ്യലായിട്ട് അങ്ങനെ വായനയുടെ ഒരു ശീലം തന്നെ ഉള്ള ആളാണ്. എനിക്ക് പ്രത്യേകിച്ച് ചെടികളുടെ അടിയിലിരുന്ന് വായിക്കുക, മരത്തിന്റെ അടിയിലിരുന്ന് വായിക്കുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോഴാണ് കൂടുതലായിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്. പ്രകൃതിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് കൂടുതൽ നമ്മൾക്ക് വായനയും ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ചെടികളുടെ ഇടയിലൊന്നും ഇരുന്ന് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ സോഫയിൽ ഇരുന്നിട്ട് തന്നെയാണ് വായിക്കുക. വാട്ട് ഈസ് അവർ കംഫർട്ട് സോൺ? ചിലർക്ക് ഒരു കാപ്പി കുടിച്ചിരുന്ന് വായിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മളെ ആ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി നമ്മളെ കൊണ്ടുപോകുന്ന തലങ്ങൾ പലതായിരിക്കും. ചിലർക്ക് കഥാപുസ്തകങ്ങൾ വായിക്കാനാണ് ഇഷ്ടം, ചിലർക്കാകട്ടെ സയൻസ് ഫിക്ഷൻസ് വായിക്കാനാണ് ഇഷ്ടം. എൻ്റെ ചെറുപ്പം ആ ഒരു കാലത്തിൽ കോളേജ് കാലഘട്ടം എന്ന് പറയാം, ആ ഒരു സമയത്ത് ഞാൻ കൂടുതൽ വായിച്ചിരുന്നത് സയൻസ് ഫിക്ഷൻസ് ആണ്. അപ്പം ചിലപ്പോൾ മാഗസിൻസിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരും, പുസ്തകങ്ങളിൽ വരുമ്പോൾ അങ്ങനെ വായിക്കും. ഇനി അതിലും ചെറിയ കുട്ടികൾക്ക് ഒരു മിഡിൽ സ്കൂൾ, പ്രൈമറി സ്കൂൾ പ്രായത്തിലുള്ളവർ ചിത്രകഥകൾ, അഡ്വഞ്ചറസ് സ്റ്റോറീസ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. അപ്പോൾ നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയിലേക്ക് വായന എന്നുള്ള നല്ല ശീലം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. വെറുതെ വായിച്ചു പോകുന്നവരുണ്ട്, പിന്നെ അനലൈസ് ചെയ്തിരുന്ന് വായിക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോ വരിയും അറിഞ്ഞു വായിക്കുമ്പോൾ നമ്മൾക്ക് വായന കൂടുതൽ ആസ്വാദ്യകരമാകുമെന്നാണ് പറയുന്നത്. ചിലർ കുറിപ്പുകൾ തയ്യാറാക്കും, ജേർണലിംഗ് ചെയ്യണ പോലെ കുറച്ച് അതിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് റെഡിയാക്കി വെക്കും. എനിക്കൊക്കെ അങ്ങനെയുണ്ട്. പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഒരു പുസ്തകത്തിൻ്റെ ഹെഡിങ് എഴുതുക, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ ജോട്ട് ഡൗൺ ചെയ്യുക. അങ്ങനെ ഒരു പുസ്തകം കീപ്പ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. എത്ര പുസ്തകം വായിച്ചു എന്നുള്ളതല്ല, എത്ര നല്ല പുസ്തകങ്ങൾ വായിച്ചു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ പുസ്തകങ്ങളിലെ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ സ്വാംശീകരിച്ചത് എന്നുകൂടി നമുക്ക് മനസ്സിലാകണം. ചിലർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പുസ്തകം വായിക്കില്ല. നമ്മൾ നോവലൊക്കെ വായിക്കുമ്പോൾ കൂടുതലായിട്ട് എൻ്റർടൈൻമെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ആ ഒരു സമയം എങ്ങനെയാണ് നമ്മളെ പുസ്തകം പഴയ സെഞ്ചുറീസിലേക്കായിരിക്കും കൊണ്ടുപോകുക, ചില മിസ്റ്ററി വേൾഡിലേക്കായിരിക്കും കൊണ്ടുപോകുക, ചിലപ്പോൾ സീക്രട്സിലേക്കായിരിക്കും കൊണ്ടുപോകുക. ചില പുസ്തകങ്ങൾ ഇപ്പോൾ ബെസ്റ്റ് സെല്ലേഴ്സായിട്ട് നമ്മൾ വാങ്ങിക്കും, പക്ഷേ പലപ്പോഴും അത് നമ്മുടെ ലൈബ്രറിയിൽ അങ്ങനെ ഇരിക്കും, പൊടി തട്ടി അങ്ങനെ ഇരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ ബെസ്റ്റ് സെല്ലർ കണ്ട് വായിച്ചിട്ട് വായിക്കാൻ പറ്റും അത് വാങ്ങിച്ചിട്ട് എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ കുറേ പുസ്തകങ്ങൾ വാങ്ങിക്കും. എൻ്റെ ലൈബ്രറിയിലുണ്ട് അങ്ങനെ ഒരു കൂട്ടം പുസ്തകങ്ങൾ. ചിലപ്പോൾ ഫസ്റ്റ് 2 പേജ് കഴിഞ്ഞാൽ ഒരു ബോറടിക്കും. അപ്പോൾ നമ്മൾ ബെസ്റ്റ് സെല്ലർ വാങ്ങിക്കുന്നതിനും കൂടുതൽ നമ്മളുടെ ഇൻട്രസ്റ്റിനോട് അത് ഈക്വലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ആ പുസ്തകം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് നോക്കുക, നമ്മളുടെ ഇഷ്ടപ്പെടുന്ന ഒരു ജോണർ ആണോ എന്ന് നോക്കുക. എന്നിട്ട് വേണം ഒരു പുസ്തകം തിരഞ്ഞെടുക്കാൻ. അല്ലാണ്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് വായിച്ചു, അതിപ്പോൾ ട്രെൻഡിങ് ആണ്, ബെസ്റ്റ് സെല്ലർ ആണ് എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് തൊടില്ല, അതങ്ങനെ കീപ്പ് ചെയ്തിരിക്കും. ഇനി വായന നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ചിലർ നല്ല വായിക്കുന്ന ആൾക്കാരായിരിക്കും, പകുതി വെച്ച് വായിക്കുന്ന ആ ഒരു ശീലം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ ഒരു
3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ 3 ഈസി ആയിട്ടുള്ള ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. എവറി ഡേ അറ്റ്ലീസ്റ്റ് 1 പേജ് വായിക്കാം. കാലത്ത് എണീറ്റ ഉടനെ മൊബൈൽ നോക്കണതിൽ കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള സെൽഫ് ഹെൽപ്പിംഗ് ബുക്സിൽ, സെൽഫ് ഇംപ്രൂവ്മെന്റ് ബുക്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിലോസഫി ബുക്ക് വായിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചോ, ആ പുസ്തകം എടുക്കുക. നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ഒരു വായനാശീലം പെട്ടെന്ന് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ക്വിക്ലി അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി, ക്വിക്ലി അത് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 ടെക്നിക്സ് ആണ് പറയുന്നത്. കാലത്ത് എണീറ്റ ഉടനെ ഒരു പേജ് വായിക്കാം. അതുപോലെ ഉറങ്ങുന്നതിന് മുൻപും ഒരു പേജ് വായിക്കുക. വീക്കിലി ഒരു വീക്ക് നമ്മൾ സെറ്റ് ചെയ്യുക. ആ വീക്കിൽ നമ്മൾ ഈ ഒരു പുസ്തകം വായിച്ച് തീർക്കും എന്ന് തന്നെ പ്ലഡ്ജ് ചെയ്ത് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് റിഫ്രഷ് ആവുക മാത്രമല്ല, നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് എന്താണ്, നമ്മൾ കാലത്ത് എണീറ്റിട്ട് ഒരു പേജ് വായിക്കുക, പിന്നെ കിടക്കുന്നതിന് മുൻപും ഒരു പേജ് വായിക്കുക, പിന്നെ ഒരു വീക്കിൽ നമ്മൾ ഈ പുസ്തകം കംപ്ലീറ്റ് ചെയ്യുമെന്ന് നമ്മൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും ചെയ്ത് നമ്മുടെ വായന, നഷ്ടപ്പെട്ടു പോയ വായനയെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും കേട്ടോ. ഇനി നിങ്ങളുടെ മനസ്സിൽ തോന്നും, എന്തിനാണ് റീഡ് ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ പുസ്തകങ്ങൾ റീഡ് ചെയ്യുന്നത്? പുസ്തകങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, നമ്മൾ റീഡിങ് നമുക്ക് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ഫോക്കസ്, കോൺസെൻട്രേഷൻ കൂട്ടും, മെമ്മറി ബൂസ്റ്റ് ചെയ്യും. പിന്നെ കുറച്ച് പ്രായമായ റിട്ടയർമെൻറ്റ് ഏജിലുള്ള ആൾക്കാർ എന്തായാലും പുസ്തകം വായിക്കണമെന്ന് തന്നെ ഞാൻ പറയാം. ചിലർക്ക് കാപ്പിയൊക്കെ കുടിച്ചിരുന്നത് ഈസി ആയിട്ട് വായിക്കാനായിട്ട് എനിക്ക് ഇഷ്ടം. ചിലർ മണിക്കൂറുകളോളം ഇരുന്ന് വായിക്കണതാണ്. ചിലർ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അത് താഴെ വെക്കില്ല, ആ ഒരു എൻ പേജ് എത്താണ്ട് അല്ലേ. അപ്പോൾ പുസ്തകം വായിക്കുന്ന ആൾക്കാർക്ക് ധാരാളം ഇമാജിനേറ്റീവായിട്ട്, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും പറ്റും, കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ മെമ്മറി സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും, മെൻ്റൽ സ്റ്റിമുലേഷന് സാധിക്കും. അതുപോലെ സ്ട്രെസ് എല്ലാം, നമുക്ക് കുറേ സ്ട്രെസ് എന്തായാലും ലൈഫിൽ ഉണ്ടാവും അല്ലേ. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പുസ്തകമൊക്കെ എടുത്തിട്ട് വായിച്ച് അത് നമ്മൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നതിന് ഈസി ഗോയിങ് ആയിട്ടുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുക, സ്ട്രെസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. പിന്നെ അത് മാത്രമല്ല, ധാരാളം അറിവ് കിട്ടും. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അനലിറ്റിക്കൽ മെത്തേഡ് തന്നെ നമ്മുടെ മാറിപ്പോവും. കാരണം ഇങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടേ എന്നുള്ള ഒരു സോഴ്സ്, നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ആ പുസ്തകത്തിൽ നിന്ന് കിട്ടും. പിന്നെ പുസ്തകങ്ങൾ റീഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ മോഡേൺ ആയിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട് അല്ലേ. കിൻഡിലിലെ പുസ്തകങ്ങൾ വായിക്കാം. അതുപോലെ തന്നെ നമുക്ക് പല സൈറ്റുകളുണ്ട്, ഫ്രീ ആയിട്ടുള്ള ലൈബ്രറികളുണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നായാലും നമുക്ക് ബുക്സ് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പണ്ടൊന്നും അങ്ങനെയായിരുന്നില്ല. നമ്മൾ ഫിസിക്കലി ലൈബ്രറി പോയി മെമ്പർഷിപ്പ് എടുക്കണം. പിന്നെ നമ്മൾ പുസ്തകം അവിടെ നിന്ന് ഒരു വീക്കിലോ അല്ലെങ്കിൽ 2 വീക്സിനോ എടുത്തിട്ട് നമ്മൾ വായിച്ച് അത് അങ്ങനെ റിട്ടേൺ കൊടുക്കണം. സ്കൂൾ ലൈബ്രറീസിലായാലും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം നമുക്ക് ഈവൻ സ്കൂളിൽ വരെ ഈ ലൈബ്രറീസ് ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിൽ ഇരുന്നിട്ടായാലും ആ പുസ്തകങ്ങൾ ഫ്രീ ഡൗൺലോഡ് ചെയ്ത് വായിക്കാനും പറ്റും. ഇഷ്ടം പോലെ സൈറ്റ്സുകളുണ്ട് നമുക്ക് വായിക്കാനായിട്ട്. അപ്പോൾ പുസ്തകം വായന എന്നുള്ളത് വിരസമായിട്ടുള്ള ഒരു പരിപാടിയല്ല. ചില സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് വായിക്കാൻ ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ ചിലപ്പോൾ ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട്. ഈവൻ പൗലോ കൊയ്ലോൻ്റെ ബുക്ക് ഞാൻ ഫസ്റ്റ് കേട്ടത്, ആൽക്കമിസ്റ്റ് കേട്ടത് ഓഡിയോ ബുക്കായിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിയോ ബുക്ക് വായിച്ചതിന് ശേഷം നമ്മളൊരു പുസ്തകം റീഡ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടത് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ്? ഓഡിയോ ബുക്ക് കേട്ടിട്ട് നമ്മൾ അത് വായിക്കുമ്പോഴാണോ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയേക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ അനലൈസ് ചെയ്യാൻ പറ്റിയേക്കുന്നത്? അതേപോലെ പുസ്തകം വായിച്ചിട്ട് നമ്മൾ ഓഡിയോ ബുക്ക് കേൾക്കുമ്പോൾ കൂടുതലായിട്ട് അതിനോട് കണക്ടിവിറ്റി തോന്നുന്നുണ്ടോ? പിന്നെ എൻ്റെ ഒരു ഹാബിറ്റ് ഞാൻ പറഞ്ഞില്ല, ഈ ജേർണലിംഗ് എന്നുള്ളത്. പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെക്കുക അതിനെ പറ്റിയിട്ടെന്ന്. അതുപോലെ ചെയ്യുന്നത് ഭയങ്കര നല്ല, നമ്മുടെ മെമ്മറി തന്നെ ബൂസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കൈയക്ഷരം, കുറേ നാളായിട്ട് എഴുതാത്ത വ്യക്തികളായിരിക്കും. അപ്പോൾ കൈയക്ഷരമൊക്കെ ഒന്ന് നന്നാവാനും ഇങ്ങനെ ഈ ജേർണലിംഗ് ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ പുസ്തകം വായന എന്നുള്ള ശീലം ഇല്ലാത്തവരാണെങ്കിൽ നല്ല ദിവസമാണെന്ന് തുടങ്ങിക്കോളൂ, പുസ്തകം വായന തുടങ്ങിക്കോളൂ. ഇനി പുസ്തകം വായിച്ചുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരാണ്, ഇടയിലൊന്ന് സ്റ്റോപ്പ് ചെയ്തു നിങ്ങളെ, എന്തെങ്കിലും ജോലി തിരക്കാവട്ടെ, പാരന്റൽ കെയറിങ് കൊടുക്കുന്ന അങ്ങനത്തെ ആൾക്കാരാവട്ടെ, ഇനി അതുമല്ല നിങ്ങൾക്ക് വീട്ടിൽ കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഹൗസ് ഹോൾഡ് ചോയ്സ് ഉണ്ട്, നമുക്ക് പുസ്തകം വായിക്കാൻ യാതൊരു നേരമില്ല, പണിത്തിരക്കുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഇന്ന് നിങ്ങൾ ഒരു പേജെങ്കിലും ഏതെങ്കിലും പുസ്തകം എടുത്ത് വായിക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങൾ. ഇനി നിങ്ങളുടെ ലൈബ്രറി പൊടി പിടിച്ചിരിക്കുകയാണെങ്കിൽ പുസ്തകങ്ങളൊക്കെ ഒന്ന് തുടച്ച് ആ പുസ്തകങ്ങളെ ഒന്ന് സ്നേഹിക്കുക. ഇന്ന് ഞാനും ഇതൊക്കെ ഇന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് പുസ്തകങ്ങളാണ് നിങ്ങൾക്കിഷ്ടം, എങ്ങനെയാണ് നിങ്ങളുടെ റീഡിങ് ഹാബിറ്റ്സ് എന്നെല്ലാം എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളും പുസ്തകങ്ങൾ വായിക്കുക. ഞാനും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഡോമിനൻ്റ് ജീൻ എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുറേ മുൻപ് എഴുതിയതാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും അത്. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ.